നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 9 തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് മിഥുനമാസം 25 തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 18 തീയതിയാണ് ബുധനാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:13 അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ബുധനാഴ്ച പകല് രാത്രി 12 മണി കഴിഞ്ഞ് വ്യാഴാഴ്ച 1:36 AM എന്ന് പറയുന്ന സമയം വരെയും ഉണ്ടായിരിക്കും. ഉദയാൽപരം തിഥി ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥിയാണ് ചതുർദശി തിഥി. ചതുർദശി തിഥി വ്യാഴാഴ്ച 1:36 AM എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 3:17 അവസാനിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 4:51 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണ്. ഈ ബുധനാഴ്ച ദിവസത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബുധൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. ബുധൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ധനു രാശിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ബന്ധുക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ, ബന്ധുക്കളുടെ സ്നേഹം, അവരുടെ ശത്രുത, അവരെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ ഇവയെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ പെൺമക്കളെ കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ശാസ്ത്രം, അറിവ്, പാണ്ഡിത്യം, ജ്ഞാനം, ജ്യോതിഷം, വിജ്ഞാനം അങ്ങനെ ഉള്ള ശാസ്ത്ര മേഖലകളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും ഗണിതം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ഈ ബുധൻ ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പം ബുധനാഴ്ച ദിവസം ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ പ്രത്യേകിച്ച് മൂലനക്ഷത്രം വരുന്നു. മൂലനക്ഷത്ര ജാതകർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശത്രുഗ്രഹവുമാണ്. അപ്പോൾ ആയതുകൊണ്ട് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും സംഭവിക്കുക, വലിയ രീതിയിലൊന്നും സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ബലമുള്ള ചന്ദ്രനാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും ശാസ്ത്ര മേഖലയിലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 27 നക്ഷത്ര ജാതകരിൽപ്പെട്ട കുറേ നക്ഷത്ര ജാതകർക്ക് പെൺമക്കൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. ഇനി ഈ ബുധനാഴ്ച ദിവസം മൂലനക്ഷത്രം വന്നു ചേരുന്നതുകൊണ്ട് മൂലനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം, ഏതൊക്കെ നാളുകാർക്കാണ് കോട്ടം എന്നുള്ളത് പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം മൂലനക്ഷത്രത്തിൻ്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് രേവതി, വിശാഖം, ചിത്തിര, മകം, പൂരം, അശ്വതി, തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക, രോഹിണി, മകയിരം, അനിഴം, ചോതി, അത്തം. കാർത്തിക, രോഹിണി, മകയിരം എന്ന് പറഞ്ഞാൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം 2 പാദം, അതുപോലെ തന്നെ അനിഴം, ചോതി, അത്തം എന്നീ നാളുകാർ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ധനപരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് അനുകൂലമാണെങ്കിലും ആ ധനത്തെ ചൊല്ലിയുള്ളൊരു കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ധനം എങ്ങനെയും അവരുടെ കയ്യിൽ വന്നു ചേരാം. പക്ഷെങ്കിൽ ആ ധനത്തെ ചൊല്ലിയുള്ളൊരു കലഹം, അല്ലെങ്കിൽ ആ ധനം ആരോട് മേടിച്ചു, എവിടുന്ന് മേടിച്ചു, നീ എന്തിനാണ് ആ വ്യക്തിയോട് പൈസ മേടിച്ചത്, അതിനോട് ആര് പറഞ്ഞു അവരോട് ചോദിക്കാൻ, അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രതികൂലം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ഈ ബുധനാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നല്ലൊരു കാര്യമാണ് പ്രിയപ്പെട്ടവർ ചെയ്യുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ, അവരും അറിയട്ടെ, അവരുടെ ജീവിതം ക്രമീകരിക്കപ്പെടട്ടെ, നല്ലൊരു ജീവിതം അവർക്കും ഉണ്ടാകട്ടെ. ജ്യോതിഷപരമായ അറിവിൽ കൂടി അവർക്കും ജീവിതം, നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങളാൽ ഉപകരിക്കപ്പെടട്ടെ. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ
10:43 വരെയുള്ള സമയം ശുഭസമയമായ ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം തുടർച്ചയായിട്ട് ഉണ്ടാകും. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:43 മുതൽ 4:43 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയം നോക്കിയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 9 ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 18 എന്ന് പറഞ്ഞാൽ 1 + 8 9, 27 2 + 7 9. അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെയും 9, 18, 27 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പരിഹാരമായിട്ട് നീല, ചുവപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മാസത്തെയും 9, 18, 27 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമോ ഒന്നും വരത്തില്ല എന്നാണ് സംഖ്യാ ജ്യോതിഷം അവകാശപ്പെടുന്നത്. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നേട്ടം പ്രതീക്ഷിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ധനപരമായിട്ടുള്ള നേട്ടം. അതായത് ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. തൃക്കേട്ട, തിരുവോണം, മകം, അത്തം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, വിശാഖം, മൂലം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. തൃക്കേട്ട, തിരുവോണം, മകം, അത്തം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, വിശാഖം, മൂലം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഒരേ സമയം ശത്രുവുമാണ്, ഒരേ സമയം മിത്രവുമാണ്. അപ്പോൾ ഈ ഒരു ധനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ ഈ ധനം ശത്രുവായിട്ട് ജീവിതത്തെ നശിപ്പിക്കും. എന്നാൽ കൈകാര്യം ചെയ്യുന്നത് വിജയിച്ചാൽ ധനം ഒരു മിത്രമായിട്ട് ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വേണം ധനം കൈകാര്യം ചെയ്യുവാൻ. അപ്പോൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ പിഴച്ചു പോയാൽ ജീവിതം പിഴച്ചുപോയി. മനുഷ്യജീവിതത്തിൽ നാശം വിധിക്കുന്ന 2 കാര്യങ്ങളാണ് ധനവും സ്നേഹവും. സ്നേഹവും ഇങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ സ്നേഹം വാരിക്കോരി കൊടുക്കും. അപ്പോൾ അത് പറഞ്ഞ പോലെ ധനവും വാരിക്കോരി കൊടുക്കും. അങ്ങനെ ഇല്ലായ്മയുടെ അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേരും. സ്നേഹമുള്ളതെല്ലാം വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്നേഹം കൊടുക്കാനില്ല. പിന്നെ അവരെ സ്നേഹിക്കാൻ ആരും തിരിഞ്ഞു നോക്കാൻ പോലും കാണത്തില്ല. എന്ന് പറഞ്ഞ പോലെ ധനവും കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മുഴുവൻ പോവുകയും ചെയ്യും, പിന്നീട് തിരിച്ച് കിട്ടത്തുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് അറിഞ്ഞ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയൊക്കെ ജീവിക്കുക. നന്ദി, നമസ്കാരം.